തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയുടെ ആത്മീയ അഭിഷേകത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം പഴയ നിയമത്തിലെ ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ബാറൂക്കിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ബാറൂക്കിൻ്റെ പുസ്തകം വായിക്കാനും ധ്യാനിക്കാനും ഒരു തീരുമാനമെടുക്കുക. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. വിശുദ്ധ ഗ്രന്ഥമുള്ളവർ ദയവായി തുറക്കുക, നമുക്കൊരുമിച്ച് വായിച്ച് ധ്യാനിക്കാം. ബുക്ക് ഓഫ് ബാറൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 21. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ഒരിക്കൽ കൂടെ വായിക്കാം. ശ്രദ്ധിച്ച് വായിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം വലിയ ഒരു ആത്മീയ അഭിഷേകമായി നമുക്ക് സ്വീകരിക്കാം. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. ബാറൂക്ക് പ്രവാചകൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. എന്നിട്ട് വചനം പറയുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന സകല ദുഃഖ ദുരിതങ്ങളുടെ നടുവിലും ആവർത്തിച്ച് വായിച്ച് പഠിച്ച് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കാൻ പറ്റിയ അതിസുന്ദരമായിട്ടുള്ള വചനം. എന്താണ് വചനം? ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഈ ദുരിത നാളുകളിൽ നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ എന്ത് എന്ന് ധ്യാനിക്കണം. നമ്മുടെ ചിന്തകൾ എപ്രകാരമാണ് നമ്മളെ നയിക്കുന്നത് എന്ന് തിരിച്ചറിയണം. കാരണം പലരുടെയും ഉള്ളിൽ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വന്നപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, അവരെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം. നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മളെ നശിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ മാതാപിതാക്കളുടെ സ്നേഹപൂർവമായ നിർബന്ധം മൂലമാണ് അവൻ്റെ വീട്ടിൽ ചെന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരന് ജീവിതത്തിൽ പഠിച്ച് ഒരു ഉന്നത നിലയിലെത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, അവൻ്റേതായ സ്വപ്നം. അതോടൊപ്പം തന്നെ അവൻ്റെ മാതാപിതാക്കൾക്കും അതേ സ്വപ്നം തന്നെയായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ ഈ മഹാമാരിയെല്ലാം വന്നപ്പോൾ അവൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും പൂവണിഞ്ഞില്ല. അവൻ എഴുതിയ പരീക്ഷയൊന്നും അവന് പാസ്സാകാൻ പറ്റിയില്ല. അവൻ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു, അതൊന്നും ശരിയായിട്ടില്ല. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ എന്താണെന്നറിയൂ? അവൻ വീടിനുള്ളിൽ മുറിക്കകത്ത് കതകടച്ചിരിക്കുകയാണ്. താടിയൊക്കെ നീട്ടി നിരാശയും ദുഃഖവും അവനെ വേട്ടയാടുന്നു. ഭക്ഷണം കഴിക്കുന്നില്ല, പുറത്തിറങ്ങുന്നില്ല, കൂട്ടുകാരുടെയോ നാട്ടുകാരുടെ അടുക്കലേക്ക് പോകാൻ താല്പര്യമില്ല. ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ് അവൻ്റെ നിലപാട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കരുത്. അനേകരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ അവരെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ, ഉപദ്രവിക്കുന്ന തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. ഞാനീ പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ഉദാഹരണം മാത്രം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്നു കരുതി നിന്നെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലാണോ നീ ചിന്തിക്കുന്നത്? ദൈവത്തിനു മുമ്പിൽ അല്പസമയം നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ചില വിശുദ്ധർ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധിയും ദുഃഖവും ദുരിതവുമൊക്കെ വരുമ്പോൾ
എങ്ങനെയാണ് ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഈ കാലഘട്ടത്തിലെ 5 പ്രധാനപ്പെട്ട വിശുദ്ധരിലൂടെ നമ്മൾ അല്പസമയം പഠിക്കാൻ പോവുകയാണ്. താല്പര്യമുള്ളവർക്ക് നോട്ട് ബുക്കൊക്കെ എടുത്ത് ഈ വിശുദ്ധർ പറഞ്ഞ കാര്യം എഴുതി വായിച്ച് പഠിച്ച് തങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകമായി സ്വീകരിക്കാവുന്നതാണ്. ഈ പറയുന്ന വിശുദ്ധരെല്ലാവരും തന്നെ അതിശക്തമായ ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണ്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അവർ ദൈവമഹത്വം അനുഭവിക്കുകയും പ്രത്യാശയിൽ ജീവിക്കുകയും ചെയ്തവരാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 5 ഈ കാലഘട്ടത്തിലെ വിശുദ്ധർ നമ്മളോട് ഈ കാലഘട്ടത്തിൽ പറയുന്ന സന്ദേശം പഠിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ പാദ്രെ പിയോ. നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട പാദ്രെ പിയോ. ഈ വിശുദ്ധ പാദ്രെ പിയോ നൽകിയിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കൂ, പ്രതീക്ഷ ഉള്ളവരായിരിക്കൂ, ദുഃഖിക്കാതിരിക്കൂ. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാർത്ഥിക്കൂ, പ്രതീക്ഷ ഉള്ളവരായിരിക്കൂ, ദുഃഖിക്കാതിരിക്കൂ. ഈ മഹാമാരിയുടെ നാളുകളിൽ നമ്മൾ നമ്മളോട് തന്നെ ആവർത്തിച്ച് പറയേണ്ട കാര്യം വിശുദ്ധ പാദ്രെ പിയോ നാളുകൾക്ക് മുമ്പ് തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു പറ്റം ദൈവജനത്തോട് പറഞ്ഞു പഠിപ്പിച്ചു. പ്രാർത്ഥിക്കൂ, പ്രതീക്ഷ ഉള്ളവരായിരിക്കൂ, ദുഃഖിക്കാതിരിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റിയ അതിസുന്ദരമായിട്ടുള്ള ഒരു ആപ്തവാക്യം. കാരണം ദുഃഖിക്കാൻ കാരണങ്ങൾ ഏറെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തളർത്തിക്കളയാവുന്ന അനേക കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദുഃഖിക്കരുതെന്ന് വിശുദ്ധ പാദ്രെ പിയോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിനടുത്തുള്ള ഒരു കുടുംബത്തിൽ ഒരു മരണം നടന്നു. അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങൾക്കൊക്കെ വലിയ ഞെട്ടലുളവാക്കിയ ഒരു മരണം. ആ കുടുംബനാഥൻ കോവിഡ് വന്നു മരിച്ചു. ആരും പ്രതീക്ഷിച്ചില്ല. വലിയ പ്രായമില്ല. അദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികൾ, ഭാര്യ. പ്രിയപ്പെട്ടവരെ, ആർക്കും ഈ ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല. നീണ്ട നാളുകളായി ഈ സഹോദരി സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്. കഴിഞ്ഞ ദിവസം ഈ സഹോദരിയെ കണ്ടപ്പോൾ ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ ദുഃഖം കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഇപ്പോൾ ദൈവം കരം പിടിച്ചു നടത്തുകയാണ്. കാരണം ഭർത്താവിൻ്റെ മരണശേഷം എനിക്കാരുമില്ല എന്നുള്ളൊരു ചിന്ത, എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ദൈവമേ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വചനം തന്നു. ആ സഹോദരി പറഞ്ഞ വചനം ഇങ്ങനെയാണ്: ജെറമിയായുടെ പ്രവചനം 31-ാം അധ്യായം 9-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 9 വചനം പറയുന്നു: കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ഇതാണ് വചനം. ഈ സ്ത്രീ പറയാം, അച്ഛാ, കണ്ണുനീരോടുകൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവി വചനം നൽകി. അപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ അതിശക്തമായ ഒരു പ്രകാശം വ്യാപരിക്കാൻ തുടങ്ങി. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു: എൻ്റെ ഭർത്താവ് സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ സഹോദരി ആവർത്തിച്ച് പറഞ്ഞത് ജീവിതത്തിൽ ദൈവം നടത്തുന്ന ചില വഴികളെ കുറിച്ചാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5 വചനം പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നീ ചിന്തിക്കേണ്ടത് നിന്റെ ചിന്തകളെ എന്താണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. നിരാശപ്പെടുന്ന ചിന്തകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ സാവധാനം അസ്വസ്ഥതയിലേക്ക് പോവുകയുള്ളൂ, തകർക്കപ്പെടും. എന്നാൽ ദൈവം നൽകുന്ന പ്രകാശം നിറഞ്ഞ ചിന്തകൾ, പ്രത്യാശയുടെയും പ്രാർത്ഥനയുടേതുമായിട്ടുള്ള അഭിഷേകം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തും. അപ്പോൾ പാദ്രെ പി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധൻ എന്നോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന കാര്യം എന്താണ്? എഴുതി വെച്ച് പഠിച്ചുകൊള്ളൂ. പ്രാർത്ഥിക്കൂ, പ്രതീക്ഷ ഉള്ളവരായിരിക്കൂ, ദുഃഖിക്കാതിരിക്കൂ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വിശുദ്ധൻ നമുക്കൊക്കെ പ്രിയപ്പെട്ട വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം ഇപ്പം കേൾക്കുക, അത് പഠിക്കുക. വചനം ഇങ്ങനെയാണ്: നമ്മുടെ ഭൗതിക അസ്തിത്വത്തിന് പ്രതീക്ഷയും ലക്ഷ്യവും നൽകുന്നത് യേശുക്രിസ്തുവാണ്. എഴുതി വെച്ച് പഠിച്ചോണം. ഇങ്ങനെയാണ് സെൻറ്റൻസ്: നമ്മുടെ ഭൗതിക അസ്തിത്വത്തിന് പ്രതീക്ഷയും ലക്ഷ്യവും നൽകുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ ഭൗതിക അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നമ്മുടെ ഐഡൻറ്റിറ്റി. അത് ആരിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? ആരാണ് അത് നിർവചിക്കുന്നത്? അതിൻ്റെ പൂർത്തീകരണം യേശുവിലൂടെയാണ്. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് പൗലോസ് ലീഹ തൻ്റെ കൊരിന്തോസർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്തോസ് 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നു: ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ശ്രദ്ധിച്ചു പഠിച്ചോണം. എന്താണ്? ഈ ലോകത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നിർഭാഗ്യരാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും അത് ക്രിസ്തുവിനോട് കൂടെയാണ് അത് നിർവചിക്കപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വല്ലാത്തൊരു ശൂന്യത നമുക്കൊക്കെ അനുഭവപ്പെടും. നമ്മൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാല്യൂ, വില മനസ്സിലാക്കുന്നത് ആ വ്യക്തി ഈ ലോകത്തിൽ എന്ത് നേടി എന്നുള്ളതിനോട് ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ടല്ലേ ചില സമയത്തൊക്കെ ചിലരെക്കുറിച്ച് നമ്മൾ പറയുന്നത്, 10 പൈസയുടെ വിലയുണ്ടോ നിനക്ക്? 10 അക്ഷരം നീ പഠിച്ചിട്ടുണ്ടോ? ചിലരോടൊക്കെ ചോദിക്കില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്നത് ഒരു വ്യക്തിയുടെ വില ഈ ചുറ്റുവട്ടത്ത് ആ വ്യക്തി നേടിയിരിക്കുന്ന ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ്. ആ വ്യക്തി നേടിയിട്ടുള്ള പണം, ആ വ്യക്തി നേടിയിട്ടുള്ള വിദ്യാഭ്യാസം, ബിരുദാനന്തര ബിരുദം, ജോലി, ജീവിതത്തിൽ ചുറ്റുവട്ടത്തും നമ്മൾ കാണുന്ന പലതും. എന്നാൽ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്: നമ്മുടെ ഭൗതിക അസ്തിത്വത്തിന് പ്രതീക്ഷയും ലക്ഷ്യവും നൽകുന്നത് യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-5 വചനങ്ങൾ, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3 വേർഡ്സ് 4 and 5. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു. ഈ കാലഘട്ടത്തിൽ നീ കടന്നു പോകുന്ന ഞെരുക്കങ്ങളും മഹാദുരിതത്തിൻ്റെ നടുവിൽ നീ ഒരു കാര്യം കൈവിടരുത്: പ്രത്യാശ. ദൈവത്തിലുള്ള പ്രത്യാശ നീ കൈവിടരുത്. ദൈവമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ കൃത്യം വ്യക്തമാക്കി നമ്മുടെ മുമ്പിൽ നൽകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വിശുദ്ധ നമുക്കൊക്കെ പ്രിയപ്പെട്ട അസീസിയിലെ വിശുദ്ധ ക്ലാരയാണ്. ഈ ദുരിതനാളുകളിൽ വിശുദ്ധ ക്ലാര നമ്മളോട് എന്താ പറയണമെന്നറിയോ? ഇങ്ങനെ പറയുന്നു: കർത്താവിൽ ജീവിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക. ആരിൽ? കർത്താവിൽ. ഭർത്താവിലല്ല, കർത്താവിൽ ആശ്രയിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം
നമ്മളൊക്കെ പലപ്പോഴും ആശ്രയിക്കുന്നത് നമ്മളെ തന്നെയാണ്, ശരിയല്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നമ്മളെ തന്നെ ആശ്രയിക്കും തോറും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് നമ്മുടെ കുറവുകളും പോരായ്മകളുമാണ്. നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കും തോറും നമുക്ക് തന്നെ ഒരു വിലയില്ലാത്ത അനുഭവം തോന്നും ചിലപ്പോഴൊക്കെ. നാളുകൾക്ക് മുമ്പ് ധ്യാനാവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ കുംഭസാരമൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്, ഞാനൊരു വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു ഉറപ്പുമില്ല, ഈ തീരുമാനങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിന്നെക്കൊണ്ട് ഈ തീരുമാനങ്ങൾ നിറവേറ്റാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കരുത്. മറിച്ച് നീ ഇനി മുതൽ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. നീ നിന്നിലുള്ള ആശ്രയത്വം അവസാനിപ്പിച്ച് നീ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ വഴി നടത്തും. ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ വചനം സങ്കീർത്തനം 62 അധ്യായം 5-6 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 62 വേർഡ്സ് 5 and 6 വചനം പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. ആരാ പറയുന്നത്? സങ്കീർത്തകൻ പറയുക. ദൈവമേ, അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. വീണ്ടും സങ്കീർത്തനം 115 അതിൻ്റെ 12 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 115 വേർഡ്സ് 12 വചനം പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ആർക്ക് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്? കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. അപ്പം അതുകൊണ്ട് അസീസിയിലെ വിശുദ്ധ ക്ലാര നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, കർത്താവിൽ ജീവിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക. നാലാമതായിട്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അത് വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. നമുക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട വിശുദ്ധ. ആ വിശുദ്ധ നമ്മളോട് പറയുകയാണ്, എൻ്റെ പ്രതീക്ഷ ഒരിക്കലും തെറ്റിയിട്ടില്ല. കൊച്ചുത്രേസ്യ പറയുക, ഈ ദുരിത നാളുകളിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പ്രതീക്ഷ ഒരിക്കലും തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ മുഴുവൻ ക്രിസ്തുവിലാണെന്ന് കൊച്ചുത്രേസ്യ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ ദുരിതങ്ങളെല്ലാം അപ്രകാരം ഈ വിശുദ്ധരുടെ കണ്ണുകളിലൂടെ നമ്മൾ കണ്ടാൽ നമ്മുടെ ഉള്ളിൽ ദൈവീകമായ ചില ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? തലയ്ക്കകത്ത് എപ്പോഴും നിരാശയും ദുഃഖവും. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, വിദേശത്ത് പോകാൻ പറ്റിയില്ലല്ലോ, ആ ജോലി ശരിയായില്ലല്ലോ, ഇൻ്റർവ്യൂ ശരിയായില്ലല്ലോ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ദുഃഖിക്കാൻ കാരണങ്ങൾ ഏറെയുണ്ട്. എന്നാൽ വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ദുഃഖിക്കാതിരിക്കുക, മറിച്ച് പ്രത്യാശയിൽ വളരുക. അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വിശുദ്ധ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ ഫൗസ്റ്റീനയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ നാളുകളിൽ ലോകം മുഴുവൻ യേശുവിൻ്റെ കരുണയുടെ വലിയ ഒരു പ്രവാചക ദൗത്യം നമുക്ക് മുമ്പിൽ നൽകിയ വിശുദ്ധ ഫൗസ്റ്റീന. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. നമ്മളൊക്കെ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ് നമുക്ക് ആ ദൈവ കരുണയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളെല്ലാം ലഭിച്ചത്. വിശുദ്ധ ഫൗസ്റ്റീന ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, യേശുവാണ് നമ്മുടെ പ്രതീക്ഷ. ആരാണ്? യേശുവാണ് നമ്മുടെ പ്രതീക്ഷ. നീ ചിന്തിക്കുക, നിന്റെ പ്രതീക്ഷ ആരിലാണ്? ഈ മാസം കിട്ടാൻ പോകുന്ന ശമ്പളത്തിലാണോ? നിന്നെ എപ്പോഴും പൊന്നുപോലെ നോക്കുമെന്ന് കരുതുന്ന നിന്റെ ഭർത്താവിലാണോ, നിന്റെ ഭാര്യയിലാണോ, നിന്റെ മക്കളിലാണോ, നിന്റെ മാതാപിതാക്കളിലാണോ? അതോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിലാണോ? അതോ ഏതെങ്കിലും വ്യക്തികളിലാണോ? ആരിലാണ് നിന്റെ പ്രതീക്ഷ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത് യേശുവിലാണ് എൻ്റെ പ്രതീക്ഷ. കൃത്യം വ്യക്തം, അതിൽ യാതൊരു കോംപ്രമൈസുമില്ല. എൻ്റെ പ്രതീക്ഷ മുഴുവൻ അത് യേശുവിലാണ്. ഈ ദുരിത നാളുകളിൽ
നമുക്ക് ആവർത്തിച്ച് പറയേണ്ട കാര്യം അതുതന്നെയാണ്. ചിലരുടെയൊക്കെ സങ്കടം, വാക്സിൻ എടുത്തിട്ടും വീണ്ടും കൊറോണ വരുന്നു. ഈ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ വാക്സിൻ ഒറിജിനലാണോ? എന്തെല്ലാം പ്രശ്നങ്ങളാണ്. രണ്ടാം വേവ് കഴിഞ്ഞു, മൂന്നാമത്തെ തരംഗം വരുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നു. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും? ഇതിൻ്റെ എല്ലാം നടുവിൽ ചോദ്യം, നിന്റെ പ്രതീക്ഷ ആരിലാണ്? നിന്റെ പ്രതീക്ഷ അത് യേശുവിലായിരിക്കട്ടെ. നിത്യം നിലനിൽക്കുന്ന യാഥാർത്ഥ്യമായ യേശുവിലായിരിക്കട്ടെ. ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ വചനം യേശയ്യയുടെ പുസ്തകം 59 അധ്യായം അതിൻ്റെ 1 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 59 വേർഡ്സ് 1 വചനം പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നീ ഒരു പക്ഷേ ചിന്തിക്കും, ആരെന്നെ രക്ഷിക്കും? ഇനി എങ്ങനെ ജീവിക്കും? വചനം നിനക്ക് നൽകുന്ന ഉറപ്പ് എന്തുറപ്പാ? രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആഗ്രഹിച്ച് വിശ്വസിച്ച് ഈ വചനം നമുക്ക് നമ്മളോട് തന്നെ പറയും, എൻ്റെ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, തക്ക സമയത്ത് ഉത്തരം നൽകും. അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ഏതെങ്കിലും വിഷയത്തിൽ ശ്രദ്ധിച്ചോണം, ഏതെങ്കിലും വിഷയത്തിൽ നിരാശ, ദുഃഖം, അസ്വസ്ഥത, ആകുലത, അങ്ങനെ നെഗറ്റീവായ ഏതെങ്കിലും കാര്യങ്ങളിൽ പെട്ട് ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇത് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു നൽകുന്ന വചനമാണ്. ഇപ്പോൾ വചനം പഠിച്ചില്ലേ? യെശയ്യായുടെ പ്രവചനം 59 വചനം 1. വീണ്ടും ഉണ്ട് വചനം, യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 തിരുവചനം. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേർഡ്സ് 1 വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുക, അസ്വസ്ഥമായ ഹൃദയത്തോടുകൂടെ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ശാന്തമാവുക. എന്നിട്ട് എന്തു ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നമ്മളെ നയിക്കുന്ന ചാലക ശക്തി. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് ദാനിയേലിൻ്റെ പ്രവചനം. ദാനിയേലിൻ്റെ പ്രവചനം വായിച്ചിട്ടില്ലാത്തവർ ആ ചെറിയ പുസ്തകം ഒന്ന് വായിക്കുക. ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ കടന്നുപോയ കഷ്ടത, ദുരിതം, ആ ദുരിതത്തിൻ്റെ നടുവിൽ എങ്ങനെ ദൈവം ദാനിയേലിനെ ചേർത്ത് പിടിച്ചു. ദാനിയേൽ ഈ വലിയ ആത്മീയ രഹസ്യം ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 14 അധ്യായം 38 തിരുവചനം. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 14 വേർഡ്സ് 38 വചനം പറയുന്നു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. എന്താണ് കാര്യം? ദാനിയേൽ പറയുകയാണ്. ദാനിയേൽ എന്താ പറയുന്നത്? ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ, എല്ലാം തികഞ്ഞിരിക്കുമ്പോഴൊന്നും അല്ല, പട്ടിണിയുടെ നടുവിൽ, ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥതപ്പെട്ടിരിക്കുമ്പോൾ ദാനിയേൽ പറയാ, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഈ നാളുകളിൽ നമുക്കും പറയാം ആവർത്തിച്ച്, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എടിപിടിന്ന് ശരിയാവുന്നെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ദൈവം ഉപേക്ഷിക്കില്ല, ദൈവം ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക. ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് മനസ്സിൽ ഒരു തീരുമാനമെടുക്കുക. നമ്മളെ തകർക്കുന്ന തരത്തിൽ, ഉപദ്രവിക്കുന്ന തരത്തിൽ ചിന്തകൾ തലയ്ക്കകത്ത് കൊണ്ട് നടക്കരുത്. നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടരുത്. മറിച്ച് ആത്മീയ മേഖലയിൽ വളരാൻ കിട്ടുന്ന സമയവും സാഹചര്യങ്ങളും ഉപയോഗിക്കുക.
വചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഏതാണ് വചനം? ബാറൂക്കിൻ്റെ പ്രവചനം 4-ാം അധ്യായം 21-ാം തിരുവചനം. ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. കുടുംബത്തിലുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. നിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. ഏതാണ് വചനം? ബാറൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 21. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നമ്മളെ മോചിപ്പിക്കും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി സകലരിലും നിറയപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.